കേരള ഫാർമേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചു. മുൻ MLA ജോർജ് മാത്യുവാണ് പ്രഖ്യാപനം നടത്തിയത്. ഇപ്പോൾ ഒരു മുന്നണിയുടെ ഭാഗമല്ലെന്നും ഭാവിയിൽ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകുമെന്നും ജോർജ് മാത്യു പറഞ്ഞു. നേരത്തെ തന്നെ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞു. ഇന്ന് വന്ന ചില ദുസൂചനകളുണ്ടായിരുന്നു. ഞങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് കൈകോർത്ത് മുന്നോട്ട് പോവുകയാണെന്ന്. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇനി സംഭവിക്കില്ല എന്ന് പറയാനൊക്കെയില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇന്നുവരെ അങ്ങനെയുള്ള കാര്യം സംഭവിച്ചിട്ടില്ല. അടുത്ത പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരരംഗത്തുണ്ടാകുമെന്നും നേതാക്കൾ പറഞ്ഞു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ടോബി, കേരള ഫാമേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലുള്ള പുതിയ രാഷ്ട്രീയ പാർട്ടി വന്നിരിക്കുന്നു. എന്താണ് ഈ പാർട്ടി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മുൻ MLA ജോർജ് മാത്യു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? പേര് ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം എന്താണ് വിശദീകരിച്ചത്? മധ്യകേരളം കേന്ദ്രീകരിച്ചാണ് ഈ പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. ക്രൈസ്തവ സഭകളുടെ പിന്തുണയും ഒപ്പം തന്നെ കർഷകരുടെ പിന്തുണയുമാണ് പാർട്ടി പ്രധാനമായും എടുത്തു പറയുന്നത്. അതിൽ കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടന ആയതുകൊണ്ട് തന്നെ കർഷക വിഷയങ്ങൾ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ പ്രവർത്തന പരിപാടികളിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാര്യമായ ഇടപെടൽ നടത്തുമെന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഈ പാർട്ടി പ്രഖ്യാപനത്തിന്റെ വാർത്തകൾ പുറത്തു വന്നതോടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനിരുന്ന സഭാ നേതൃത്വം ആലഞ്ചേരി അടക്കമുള്ളവർ അതിൽ പങ്കെടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊരു പാർട്ടി രൂപീകരണമാണെന്ന് അറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അവർ വിട്ടുനിന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പാർട്ടിക്ക് BJP അനുഭാവം ഉണ്ട് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. NDA മുന്നണിയുടെ ഭാഗമാകാനുള്ള നീക്കം ഇവർ നടത്തുന്നു എന്നുള്ള ഒരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളിയാണ് ഇന്നലെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില ചർച്ചകൾ സജീവമായി നിലനിൽക്കുന്നുമുണ്ട്. എന്തായാലും കേരള കോൺഗ്രസിലെയും അതൃപ്തരായിട്ടുള്ള ആളുകളെ പാർട്ടിയിൽ കൊണ്ടുവന്ന് മധ്യ കേരളത്തിൽ ശക്തി തെളിയിക്കുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാന തീരുമാനമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നാഷണൽ ഫാർമേഴ്സ് പാർട്ടി എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. ചിഹ്നങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ നടന്നിരുന്നു എന്നാണ് നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. 2016 മുതൽ പാർട്ടി രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നുവെന്നും ജോർജ് മാത്യു അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ശരി, ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.